ഓരോ ക്ഷേത്രങ്ങളോടുമൊപ്പം പള്ളിക്കൂടങ്ങളും വേണം എന്ന് ആവശ്യപ്പെട്ട നവോത്ഥാന നായകനാരാ? ഓരോ ക്ഷേത്രങ്ങളോടുമൊപ്പം പള്ളിക്കൂടങ്ങളും ആവശ്യമാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാരാണ്? ആരാണ്? ഉത്തരം അറിയാവുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക. അറിയാത്തവർ അത് പോയി കണ്ടുപിടിച്ച ശേഷം മാത്രം ക്ലാസ് കാണുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചട്ടമ്പി സ്വാമികൾ എന്ന ഭാഗത്തു നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത 25 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കേരള നവോത്ഥാനം എന്ന ഭാഗത്തു നിന്നും ചട്ടമ്പി സ്വാമികളുടെ ഏത് ചോദ്യം വന്നാലും നമ്മൾ എന്തായാലും ഉത്തരം കൽപ്പിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ഏതാണ്? കൊല്ലൂർ കണ്ണൻമൂലയാണ്. എവിടെയാണ്? കൊല്ലൂർ കണ്ണൻമൂല. എവിടെയാണ്? കൊല്ലൂരാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? കൊല്ലൂർ. കൊല്ലൂർ. ഈ ചട്ടമ്പിമാർക്ക് എന്താ പണി? കൊല്ലലും കുത്തലൊക്കെ അല്ലേ? അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പൊ ചട്ടമ്പിമാർക്ക് എന്തായിരിക്കും പണി? ഈ കൊല്ലലും ഗുണ്ടായുസൊക്കെ അല്ലേ? ഈ നവോത്ഥാന നായകൻ അങ്ങനെയാണെന്നല്ല കേട്ടോ. അപ്പൊ ചട്ടമ്പിന്ന് പേരിലുണ്ടല്ലോ. അപ്പൊ ചട്ടമ്പിമാർക്ക് എന്താ പണി? കൊല്ലലും കുത്തലൊക്കെയാണ്. അപ്പൊ കൊല്ലൂർ സ്ഥലം എവിടെ? ജന്മസ്ഥലം എവിടെ വെച്ചാൽ കൊല്ലൂർ. അത് കണക്ട് ആയല്ലോ. ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണ്? തൈക്കാടയ്യാണ്. ആരാണ്? തൈക്കാടയ്യ. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? തൈക്കാടയ്യാണ്. അപ്പൊ ഗുരുക്കന്മാരുടെ ഗുരുവാണ് തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരുവിന്റെയും ഗുരുവാണ്, ചട്ടമ്പി സ്വാമികളുടെയും ഗുരുവാണ് ആര്? തൈക്കാടയ്യ. അപ്പൊ എന്ത് വിശേഷിപ്പിക്കുന്നു? ഗുരുക്കന്മാരുടെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. എന്താ വിശ്വസിച്ചത്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ആരാ വിശ്വസിച്ചത്? ചട്ടമ്പി സ്വാമികളാണ്. തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് മഹാറാണി സേതുലക്ഷ്മിബായി വിളംബരം പുറപ്പെടുവിച്ചത് ആരുടെ പ്രവർത്തന ഫലമായിട്ടാണ്? ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ആരാണ് വിളംബരം പുറപ്പെടുവിച്ചത്? സേതുലക്ഷ്മിബായി ആണ്. ആ ഉത്തരം കിട്ടാൻ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. മൃഗങ്ങൾ സാധുക്കളല്ലേ? അതിനെ മൃഗബലി ചെയ്യുന്നത് തെറ്റല്ലേ? അപ്പൊ സാധു. അപ്പൊ എന്താണ്? സേതു. മഹാറാണി സേതുലക്ഷ്മിബായി ആണ് വിളംബരം പുറപ്പെടുവിച്ചത്. ആരാണ് അതിനു വേണ്ടി പ്രവർത്തിച്ചത്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? എവിടെയാണ്? വടിവേശ്വരത്ത് നിന്നാണ്. എവിടെയാണ്? വടിവീശ്വരത്ത് നിന്നിട്ടാണ് ജ്ഞാനോദയം ലഭിച്ചത്. അപ്പൊ വടി കൊണ്ടൊന്ന് കിട്ടിയപ്പോഴാണ് ജ്ഞാനോദയം ഉണ്ടായത്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ എവിടെ വെച്ചിട്ടാണ്? വടിവീശ്വരത്ത് വെച്ചിട്ടാണ്. വടി കൊണ്ട് മണ്ടക്കൊന്ന് കിട്ടിയപ്പോൾ എന്തുണ്ടായി? ജ്ഞാനോദയം ഉണ്ടായി. അപ്പൊ എവിടെ വെച്ചിട്ടാണ്? വടിവീശ്വരത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത്. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. എന്താ പറഞ്ഞത്? അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാണ്? ബോധേശ്വരനാണ്. ആരാണ്? ബോധേശ്വരൻ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനത്തിന്റെ കർത്താവ് ആരാണ്? ബോധേശ്വരനാണ്. അയാൾ ആരാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. തിരുവനന്തപുരത്ത് കല്ലുവീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. എന്ത് നടത്തി? തിരുവനന്തപുരത്തെ കല്ലുവീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ പറ്റിയാണ് പരാമർശിച്ചത്? ആരെ പറ്റിയിട്ടാ? അപ്പൊ സ്വാമിക്ക് കുറച്ച് വിവേകം ഉണ്ടല്ലോ. അപ്പൊ സ്വാമി ചട്ടമ്പിനെ കണ്ടപ്പോ എന്താ പറഞ്ഞത്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ പറ്റിയാണ് പരാമർശിച്ചത്? ചട്ടമ്പി സ്വാമികളെ. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ആരായിരിക്കും? സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്ന് പറഞ്ഞു. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയെ പറ്റിയാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത്? ഏത് കൃതിയെ പറ്റിയിട്ടാണ്? വേദാധികാര നിരൂപണത്തെ പറ്റിയിട്ടാണ്. എന്താണ് പറഞ്ഞത്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തൈക്കാടയ്യാണ്. തൈക്കാടയ്യാണല്ലോ ഗുരു. അപ്പൊ ഗുരുവിന്റെ ശിഷ്യനാണ് ചട്ടമ്പി സ്വാമികളെ ദാസൻ. ഗുരുവിന്റെ ദാസനല്ലേ? അപ്പൊ എന്ത്? ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ച അങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പോ തന്റെ ഗുരു ആയ തൈക്കാടയ്യാണ് എന്ത് വിശേഷിപ്പിച്ചത്? ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത്. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. എന്താണ് അറിയപ്പെട്ടത്? വിദ്യാധിരാജ. സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം കാവ്യൊന്നും ധരിക്കൂല. അപ്പൊ എന്താണ്? കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടു.
ചട്ടമ്പി സ്വാമികളെ സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എന്തൊക്കെ വിശേഷിപ്പിച്ചത്? സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളമാണ് ഏറ്റവും വലിയ കൃതി. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാ? പ്രാചീന മലയാളം. അപ്പൊ രണ്ട് കൃതികൾ ഇപ്പൊ കിട്ടിയല്ലോ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ഇതൊക്കെ ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? ആദി ഭാഷ. അപ്പൊ എന്താണ്? ആദ്യ ഭാഷ തമിഴാണ്. അപ്പൊ എന്താണ്? ആദി ഭാഷ. ഓക്കെ ആണല്ലോ. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാ? അവർണർക്കും വേദം പഠിക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ വേദം, അധികാരം, വേദാധികാര നിരൂപണം. ഇതിനെ പറ്റിയിട്ടല്ലേ സ്വാമി വിവേകാനന്ദ ഇങ്ങനെ പറഞ്ഞത്, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. അപ്പൊ മോക്ഷപ്രദീപം എന്ന കൃതിയെ ഖണ്ഡിച്ചു. അപ്പൊ എന്താണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? നവമഞ്ജരി. ഏതാണ്? നവമഞ്ജരിയാണ്. സന്യാസം സ്വീകരിച്ച ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരെന്താണ്? ഷൺമുഖദാസൻ. ഷൺമുഖദാസൻ. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്മന, കൊല്ലത്താണ്. എവിടെയാണ്? പന്മന, കൊല്ലം. കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചാൽ എന്നാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25-നാണ് എന്ത്? കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്